കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി 6 നാൾ ബാക്കി നിൽക്കെ അരയും തലയും മുറുക്കി മുന്നണികൾ പ്രചാരണ ചൂടിലാണ്. കേന്ദ്ര നേതാക്കന്മാരുടെ താരപ്രചാരണവും തലസ്ഥാനത്തുൾപ്പെടെ സംസ്ഥാനത്തുടനീളം തുടരുന്നുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തലസ്ഥാനത്തെത്തും. ഈ മാസം 26-നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. അരയും തലയും മുറുക്കി മുന്നണികൾ ശക്തരാകുമ്പോൾ കനത്ത പ്രചാരണ ചൂടിലാണ് സംസ്ഥാനം. കൂടുതൽ കേന്ദ്ര നേതാക്കന്മാരും അവസാനഘട്ട പ്രചാരണത്തിനായി കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ മുന്നണികൾ കൊണ്ടും കൊടുത്തും പ്രചാരണവും കൊഴിപ്പിക്കുന്നു. പ്രാദേശിക വിഷയം മുതൽ ദേശീയ രാഷ്ട്രീയം വരെ ചർച്ചയാകുന്നുണ്ട് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. 6 ദിവസം മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രിയും മാസപ്പടി വിവാദവും എണ്ണിപ്പറഞ്ഞ് ദേശീയ നേതാക്കൾ കളം നിറയ്ക്കുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവസാനഘട്ടത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷത്തെ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറയാനാകാതെ തലസ്ഥാനത്തുൾപ്പെടെ UDF-ന് സ്ഥാനാർത്ഥിയും വോട്ടർമാർക്കിടയിൽ ചോദ്യചിഹ്നമാകുന്നുണ്ട്. ഇതിനിടയിലാണ് NDA ക്യാമ്പിന് ആത്മവിശ്വാസം പകർന്ന് ദേശീയ കേന്ദ്ര നേതാക്കന്മാർ സംസ്ഥാന വ്യാപകമായി എത്തുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ NDA തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകരാൻ ഇന്ന് വീണ്ടും തലസ്ഥാനത്തെത്തും. വിവിധ പരിപാടികളിൽ നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. നാളെ തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും പാറശാലയിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിക്കായി പ്രചാരണത്തിന് എത്തുന്നുണ്ട്. വിജയം മാത്രം പ്രതീക്ഷിച്ചാണ് BJP ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഇത് തന്നെയാണ് ഇടതു വലതു മുന്നണികൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ജനം, തിരുവനന്തപുരം.